2026 കേരള നിയമസഭാ തെരഞ്ഞെടുപ്പ് വളരെയധികം നിർണായകമായിട്ടുള്ളൊരു തെരഞ്ഞെടുപ്പാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം വരാനായി പോകുന്നത്. അതിൽ തന്നെ നിരവധി സ്ഥലങ്ങളുണ്ട്. വളരെ വലിയ തോതിൽ ത്രികോണ പോരാട്ടങ്ങൾ നടക്കുന്ന നിരവധി സ്ഥലങ്ങൾ കേരളത്തിലുണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ടി വരും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് തിരുവനന്തപുരം എന്ന് പറയുന്നത്. തിരുവനന്തപുരത്ത് ഇത്തവണ എന്താണ് സംഭവിക്കാൻ പോകുന്ന മാറ്റങ്ങൾ? നമുക്കറിയാം, കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ BJPയുടെ വലിയ തോതിലുള്ളൊരു മുന്നേറ്റം, കോർപ്പറേഷൻ പിടിച്ചെടുക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയതുമൊക്കെ തന്നെയും LDFനെയും UDFനെയും ഒരുപോലെ ഞെട്ടിച്ച ഒരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെയും ഇത്തവണ എന്താണ് സംഭവിക്കാൻ പോകുന്നത്? ഇനി വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയൊരു നേട്ടം BJPക്ക് തിരുവനന്തപുരത്ത് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുമോ? അതോ LDF UDF ഒരു മുന്നേറ്റം ഉണ്ടാക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമോ എന്നുള്ളതൊക്കെ തന്നെ ഒരു ചോദ്യമായി നിലനിൽക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ്. അതിനിടയിൽ തന്നെയാണ് ദേശീയ തലത്തിൽ നിന്ന് തന്നെയുള്ള സർവേ റിസൾട്ടുകൾ, അതോടൊപ്പം തന്നെ രാഷ്ട്രീയ നിരീക്ഷണങ്ങളൊക്കെ തന്നെ നിലവിൽ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം 14 നിയമസഭാ മണ്ഡലങ്ങൾ. ഈ 14 നിയമസഭാ മണ്ഡലങ്ങളിൽ എന്ത് തരം അട്ടിമറികളാണ് സംഭവിക്കാൻ പോകുന്നത്? ആറ്റിങ്ങൽ, കാട്ടാക്കട, വർക്കല, ചിറയൻകീഴ്, നെടുമങ്ങാട്, വാമനപുരം, കഴക്കൂട്ടം, വട്ടിയൂർക്കാവ്, തിരുവനന്തപുരം, നേമം, അരുവിക്കര, പാറശാല, കോവളം, നെയ്യാറ്റിൻകര, ഇവിടങ്ങളിലൊക്കെ തന്നെ എന്ത് അട്ടിമറിയാണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ചോദ്യമെന്ന് പറയുന്നത്. തീർച്ചയായിട്ടും സമയം കളയാതെ നമുക്ക് സർവേ റിസൾട്ടുകൾ ഏത് തരത്തിലാണ്, രാഷ്ട്രീയ നിരീക്ഷണങ്ങൾ എങ്ങനെയാണ്, കണക്കുകൾ എന്ത് സൂചിപ്പിക്കുന്നു തിരുവനന്തപുരത്ത് എന്ന് നോക്കേണ്ടത് അനിവാര്യമാണ്. 2021 കണക്ക് നോക്കുമ്പോഴത്തേക്കും LDFൻ്റെ ഒരു തേരോട്ടമായിരുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ടി വരും അനിവാര്യമായിട്ടും. കാരണം LDF വളരെ വലിയ തോതിൽ ഭൂരിഭാഗം സീറ്റുകളും പിടിച്ചെടുക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിട്ടുണ്ടായിരുന്നു. BJPക്ക് സീറ്റുകളൊന്നും തന്നെ നേടിയെടുക്കാൻ സാധിച്ചില്ല. ഒന്നുണ്ടായിരുന്നത് പോവുകയാണ് ചെയ്തത്. UDFനും വലിയൊരു നേട്ടം തിരുവനന്തപുരത്ത് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചില്ല എന്നുള്ളതും വാസ്തവമാണ്. LDFൻ്റെ ഒരു തരംഗമായിരുന്നു എന്നുള്ളത് 100% പറയാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. പക്ഷേ 2026 വരുമ്പോഴത്തേക്കും ആ ഒരു തരംഗം തുടരാനായിട്ട് LDFന് സാധിക്കുമോ? അതല്ല ഒരു തകർച്ച നേരിടേണ്ടി വരുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമോ? BJP മുന്നേറ്റം ഉണ്ടാകുമോ? UDF മുന്നേറ്റം ഉണ്ടാകുമോ? തീർച്ചയായിട്ടും നമുക്ക് കണക്കുകൾ തന്നെ നോക്കാം. അതിൽ ഓരോ സ്ഥലങ്ങളായി നോക്കുമ്പോഴത്തേക്കും 14 നിയമസഭാ മണ്ഡലങ്ങളിൽ ഓരോ സ്ഥലങ്ങളായി നോക്കുമ്പോഴത്തേക്കും ആദ്യം തന്നെ നമുക്ക് ചിറയൻകീഴ് നോക്കാം. ചിറയൻകീഴ് നിലവിൽ LDF ആണ്. ആ സീറ്റ് LDF നിലനിർത്താനായിട്ടുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. ഇനി നേരെ വാമനപുരത്തേക്ക് പോകുമ്പോഴത്തേക്കും വാമനപുരത്ത് നിലവിൽ LDF ആണ്. അവിടെ ഒരു ടൈറ്റ് ഫൈറ്റ് നടക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. അവിടെ തീർച്ചയായിട്ടും LDFന് വോട്ടുകൾ കുറയാനായിട്ടുള്ള സാധ്യതയുണ്ട്. പക്ഷേ LDFന് നേരിയ തോതിലുള്ള ഒരു മുൻതൂക്കം കാണുന്നു നിലവിലും. ഇനി നേരെ ആറ്റിങ്ങലിലേക്ക് വരുമ്പോൾ അവിടെ ഒരു ടൈറ്റ് ഫൈറ്റ് ആയിരിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. പ്രവചനാതീതമായിട്ട് പോലും കാര്യങ്ങൾ മാറിയേക്കാം. BJP നിർത്തുന്ന സ്ഥാനാർത്ഥിയായിരിക്കും ഏറ്റവും വലിയ തോതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മാറുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയും അവിടെ ഒരു ത്രികോണ പോരാട്ടമായാലും അത്ഭുതപ്പെടാനില്ല എന്ന് വേണം പറയാം. കാരണം BJPക്ക് വളരെ വലിയ തോതിലുള്ള ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ചതും അതോടൊപ്പം തന്നെ കഴിഞ്ഞ പല തിരഞ്ഞെടുപ്പുകളിലും അതോടൊപ്പം തന്നെ BJPയെ സംബന്ധിച്ചിടത്തോളം ഒരു A ക്ലാസ് മണ്ഡലമായി മാറിയ ഒരു സ്ഥലം കൂടിയാണ് ആറ്റിങ്ങൽ എന്ന് പറയുന്നത്. അവിടെ തീർച്ചയായിട്ടും ഒരു ത്രികോണ പോരാട്ടം ഉണ്ടാകും. കഴിഞ്ഞ പാർലമെൻറ്റ് ഇലക്ഷനിൽ പോലും ആറ്റിങ്ങൽ 1ാം സ്ഥാനത്തെത്തിയ ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടായിരുന്നു. തീർച്ചയായിട്ടും ആറ്റിങ്ങൽ പ്രവചനാതീതമായിട്ട് കാര്യങ്ങൾ മാറും. BJP പോരാട്ടമായിട്ട് കാര്യങ്ങൾ മാറും. LDFന് വോട്ട് കുറയും, BJPക്ക് വോട്ട് കൂടും. അത് 50-50 ചാൻസ് നിലനിൽക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുന്നു. ഇനി നെടുമങ്ങാടിലേക്ക് വരുമ്പോൾ ഈ നെടുമങ്ങാട് തീർച്ചയായിട്ടും LDF നിലവിൽ അവിടെ സീറ്റ് LDFൻ്റെ കൈവശമാണെങ്കിലും തീർച്ചയായിട്ടും അവിടെ ഒരു അട്ടിമറി സാധ്യത നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. പക്ഷേ നേരിയ തോതിലുള്ള ഒരു മുൻതൂക്കം LDFന് തന്നെയാണ്. BJP വോട്ടുകൾ നിർണായകമാവും. BJP തീർച്ചയായിട്ടും വോട്ടുകൾ അധികമാക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറും. LDF വോട്ട് കുറയുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറും. UDF വോട്ട് കൂടാനും സാധ്യതയുണ്ട്. അവിടെ തീർച്ചയായിട്ടും കടുക്കുന്ന ഒരു മത്സരമായിട്ട് മാറാനായിട്ടുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. സ്ഥാനാർത്ഥി ആരായിരിക്കും എന്നുള്ളത് തന്നെയായിരിക്കും അവിടുത്തെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഇനി നേരെ വർക്കലയിലേക്ക് വന്നു കഴിഞ്ഞാൽ വർക്കല തീർച്ചയായിട്ടും സ്ഥാനാർത്ഥികൾ തന്നെയായിരിക്കും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഘടകമെന്ന് പറയുന്നത്. അവിടെ തീർച്ചയായിട്ടും നിലവിൽ LDF സീറ്റാണ്. LDFന് നേരിയ തോതിലുള്ളൊരു മുൻതൂക്കം കാണുന്നുണ്ടെങ്കിൽ പോലും അവിടെ തീർച്ചയായിട്ടും ഒരു UDF LDF BJP പോരാട്ടമായി ത്രികോണ പോരാട്ടമായി മാറാൻ സാധ്യതയുണ്ട്. പക്ഷേ ആ സീറ്റ് BJP ആണ് മത്സരിക്കുന്നതെങ്കിൽ ഒരു ത്രികോണ പോരാട്ടമായി കാര്യങ്ങൾ മാറും. പകരം BDJS ആണ് ആ സീറ്റ് ഏറ്റെടുക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും അവിടെ ഒരു LDF UDF പോരാട്ടമായി മാത്രമേ മാറത്തുള്ളൂ എന്നുള്ളതും വ്യക്തമാണ്. അതേസമയം BJPക്ക് കൈവശം ആ സീറ്റ് കിട്ടുവാണെങ്കിൽ തീർച്ചയായിട്ടും അവിടെ ഒരു നല്ല സ്ഥാനാർത്ഥി നിർത്താൻ സാധിച്ചു കഴിഞ്ഞാൽ വളരെ വലിയ ടൈറ്റ് ഫൈറ്റായിട്ട് കാര്യങ്ങൾ മാറുമെന്നുള്ളത് വ്യക്തമാണ് വർക്കലയിൽ. അതുകൊണ്ട് തന്നെയും അവിടെ ഒരു പ്രവചനാതീതമായിട്ട് കാര്യങ്ങൾ മാറുന്നു. നേരിയ തോതിലുള്ള ഒരു മുൻതൂക്കം LDFന് നൽകുന്നുണ്ടെങ്കിൽ പോലും അവിടെ തീർച്ചയായിട്ടും LDFന് വോട്ട് കുറയാൻ സാധ്യതയുണ്ട് നല്ല രീതിക്ക്.
UDF BJP വോട്ടുകൾ കൂടാനായിട്ടുള്ള സാധ്യതയുണ്ട്. BJP സ്ഥാനാർത്ഥി ആരാണെന്നും അവിടെ BJP തന്നെയാണോ മത്സരിക്കുന്നതെന്നുമുള്ളത് നിലവിൽ ചോദ്യമാണ്. അതുകൊണ്ട് തന്നെയും BDJS ആണെങ്കിൽ തീർച്ചയായിട്ടും അവിടെ ഒരു LDF UDF പോരാട്ടമായി മാറും. അതേസമയം BJP അവിടെ മത്സരരംഗത്തുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതൊരു ത്രികോണ പോരാട്ടമായി കാര്യങ്ങൾ മാറും. ഇനി കഴക്കൂട്ടത്തിലേക്ക് വരുമ്പോഴത്തേക്കും കഴക്കൂട്ടത്ത് തീർച്ചയായിട്ടും ഒരു അട്ടിമറി സാധ്യത നിലനിൽക്കുന്നുണ്ട്. ഒരു 50-50 ചാൻസ് ആയിട്ട് കാര്യങ്ങൾ മാറും. BJPക്ക് അവിടെ മുൻതൂക്കം കാണുന്നുണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ടി വരും. അവിടെ തീർച്ചയായിട്ടും LDFന് വോട്ടുകൾ കുറയും, BJPക്ക് വോട്ടുകൾ കൂടും. UDFനെ സംബന്ധിച്ചിടത്തോളം നേരിയ തോതിൽ വോട്ട് കൂടാനായിട്ട് സാധ്യതയുണ്ട്. BJPക്ക് നേരിയ തോതിലുള്ള ഒരു മുൻതൂക്കം അവിടെ കാണുന്നുണ്ട് എന്നുള്ളത് വ്യക്തമായി പറയാൻ സാധിക്കും. ഇനി വാമനപുരത്തേക്ക് വരുമ്പോഴത്തേക്കും വാമനപുരത്ത് തീർച്ചയായിട്ടും നിലവിലത്തെ സാഹചര്യത്തിൽ അവിടെ LDF ആണ്. അവിടെ തീർച്ചയായിട്ടും LDF നിലനിർത്താനാണ് സാധ്യത കൂടുതലായി കാണുന്നത്. ഇനി വട്ടിയൂർക്കാവിലേക്ക് വരുമ്പോഴത്തേക്കും അവിടെ LDF ആണ് നിലവിൽ. പക്ഷേ അവിടെ ആ സീറ്റ് അട്ടിമറിക്കപ്പെടാനായിട്ടുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. അത് BJPയിലേക്ക് പോകാനായിട്ടുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. അവിടെ സ്ഥാനാർത്ഥി നിർണ്ണയം വളരെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. ഒരു 50-50 ചാൻസ് നിലനിൽക്കുന്നുണ്ട് LDF BJP തമ്മിൽ. പക്ഷേ അവിടെ ഒരു നേരിയ തോതിലുള്ള മുൻതൂക്കം BJPക്ക് കാണുന്നു. തിരുവനന്തപുരത്തേക്ക് വരുമ്പോഴത്തേക്കും അവിടെ ഒരു ത്രികോണ പോരാട്ടമായി കാര്യങ്ങൾ മാറും. നിലവിൽ അത് LDFിൻ്റെ കൈവശമാണെങ്കിൽ തന്നെയും അവിടെ ഒരു ത്രികോണ പോരാട്ടം നടക്കാനായിട്ട് സാധ്യതയുണ്ട്. സ്ഥാനാർത്ഥി നിർണ്ണയങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മാറും. അവിടെ UDF BJP വോട്ടുകൾ കൂടാനും LDFിന് വോട്ടുകൾ കുറയാനും സാധ്യതയുണ്ട്. ഇനി നേമത്താണ് ഏറ്റവും വലിയ ട്വിസ്റ്റ് എന്ന് പറയുന്നത്. അവിടെ നിലവിലത്തെ സാഹചര്യത്തിൽ BJPക്ക് വളരെ വലിയ തോതിൽ വിജയ സാധ്യത നിലനിൽക്കുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ടി വരും. LDF വോട്ടുകൾ കുറയാൻ തന്നെയാണ് ഏറ്റവും കൂടുതൽ സാധ്യത. BJPക്ക് കുത്തനെ വോട്ടുകൾ കൂടാനായിട്ട് അവിടെ സാധ്യതയുണ്ട്. വിജയ സാധ്യത അവിടെ ഏറ്റവും കൂടുതൽ തിരുവനന്തപുരത്ത് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വിജയ സാധ്യതയുള്ള ഒരു മണ്ഡലമായിട്ട് നേമം BJPക്ക് മാറിയിരിക്കുന്നു എന്നുള്ളത് ഹൈലൈറ്റ് ആയിട്ട് പറയാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ്. അവിടെ LDF 2ാം സ്ഥാനത്തും UDFനെ സംബന്ധിച്ചിടത്തോളം 3ാം സ്ഥാനത്ത് നിലനിൽക്കാനാണ് സാധ്യത കൂടുതലായിട്ട് കാണുന്നത് നിലവിൽ. ഇനി നേരെ അരുവിക്കരയിലേക്ക് വരുമ്പോഴത്തേക്കും അവിടെ LDF ആണ് നിലവിൽ. അവിടെ ഒരു LDF UDF പോരാട്ടമായി മാറും. അവിടെ ഒരു 50-50 ചാൻസ് ആണ് നിലനിൽക്കുന്നത്. സീറ്റ് അട്ടിമറിക്കപ്പെടാനായിട്ടുള്ള സാധ്യത നിലവിൽ നിലനിൽക്കുന്നുണ്ട്. കാത്തിരുന്ന് തന്നെ കാണണം. പാറശാലയാണ് അടുത്തത്. അത് LDF ആണ് നിലവിൽ. അവിടെ തീർച്ചയായിട്ടും ഒരു LDFിൻ്റെ സീറ്റായിട്ട് തന്നെ നിലനിൽക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറാനാണ് സാധ്യത കൂടുതലും. ഇനി കാട്ടാക്കടയിലേക്ക് വരുമ്പോഴത്തേക്കും അവിടെ LDF ആണ് നിലവിൽ. അവിടെ BJP LDF UDF പോരാട്ടമായി കാര്യങ്ങൾ മാറുകയും BJPക്ക് നിലവിൽ അവിടെ നല്ലൊരു വോട്ട് ശതമാനം ഉണ്ട് എന്നുള്ളതും യാഥാർത്ഥ്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഒരു ടൈറ്റ് ഫൈറ്റിലേക്ക് കാര്യങ്ങൾ മാറുമെന്നുള്ളതും വ്യക്തമാണ്. 35,000-ൽ കൂടുതൽ വോട്ടുകൾ BJPക്ക് അവിടെയുണ്ട്. അതുകൊണ്ട് തന്നെയും LDF BJP UDF പോരാട്ടമായി മാറുകയും LDFിന് വോട്ട് കുറയുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുകയും അവിടെ ഒരു ടൈറ്റ് ഫൈറ്റിലേക്ക് കാര്യങ്ങൾ മാറുകയും ചെയ്യും. BJP UDF വോട്ടുകൾ കൂടുകയും ചെയ്യും. കോവളത്തിലേക്ക് വരുമ്പോഴത്തേക്കും അത് നിലവിൽ UDF ആണ്. അവിടെ UDF നിലനിർത്താനാണ് സാധ്യത കൂടുതലും. ഇനി നെയ്യാറ്റിൻകരയിലേക്ക് വരുമ്പോഴത്തേക്കും അവിടെ ഒരു ടൈറ്റ് ഫൈറ്റിലേക്ക് ചിലപ്പോൾ കാര്യങ്ങൾ മാറിയെന്ന് വരാം. പ്രവചനാതീതമായിട്ട് കാര്യങ്ങൾ മാറിയെന്ന് വരാം. അവിടെ UDFനും LDFനും മുൻതൂക്കം കാണുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുന്നു. BJP വോട്ടുകൾ നേരിയ തോതിൽ കൂടാനായിട്ടുള്ള സാധ്യത കാണുന്നു. ഇനി മൊത്തത്തിലേക്ക് കണക്ക് നോക്കുമ്പോഴത്തേക്കും അതായത് തിരുവനന്തപുരത്തെ 14 മണ്ഡലങ്ങളുടെ കണക്ക് നോക്കുമ്പോഴത്തേക്കും LDFന് പലയിടങ്ങളിലും സീറ്റ് നഷ്ടപ്പെടാനായിട്ടുള്ള സാധ്യത തന്നെയാണ് നിലവിൽ കാണുന്നത്. UDFന് ചിലയിടങ്ങളിൽ സീറ്റ് അധികമായി ലഭിക്കാനായിട്ടുള്ള സാധ്യത കാണുന്നു. BJPക്ക് പലയിടത്തും ഒരു മുൻതൂക്കം കാണുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുന്നു. അതായത് നിലവിലത്തെ വോട്ട് ശതമാനത്തിൽ നിന്നും വളരെ വലിയ തോതിലുള്ള ഒരു വോട്ട് ശതമാനം ഉയർത്താനായിട്ട് BJPക്ക് സാധിക്കുന്ന തരത്തിലോട്ട് തിരുവനന്തപുരത്ത് കാര്യങ്ങൾ പലയിടത്തും മാറും. ത്രികോണ പോരാട്ടങ്ങൾ പല മണ്ഡലങ്ങളിലും തിരുവനന്തപുരത്ത് നടക്കുമെന്നുള്ളത് വ്യക്തമായി മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ്. ഇതിൽ നിലവിൽ LDFിൻ്റെ കൈവശമുള്ള സീറ്റുകളിൽ നിന്നും LDFിന് 4-5 സീറ്റുകൾ നഷ്ടപ്പെടാനായിട്ടുള്ള സാധ്യതകൾ നിലവിൽ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. അതായത് LDFിൻ്റെ സീറ്റുകൾ കുത്തനെ കൈവിട്ടു പോകാനായിട്ടുള്ള സാധ്യതയാണ് കാണുന്നത്. BJPയെ സംബന്ധിച്ചിടത്തോളം BJPക്ക് നിലവിൽ അവിടെ സീറ്റുകളൊന്നും തന്നെ ഇല്ല. പക്ഷേ കൈവിട്ടു പോയ നിയമമടക്കം BJPക്ക് തിരുവനന്തപുരത്ത് നിലവിലത്തെ സാഹചര്യത്തിൽ 2-3 സീറ്റുകൾ വരെ തിരുവനന്തപുരത്ത് സീറ്റുകൾ നേടിയെടുക്കാനായിട്ടുള്ള അതായത് വിജയസാധ്യത നിലനിൽക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുന്ന സീറ്റുകൾ 3 സീറ്റുകൾ വരെ നിലവിൽ നിലനിൽക്കുന്നു എന്നുള്ളത് വ്യക്തമായി പറയാൻ സാധിക്കും. ഇനി UDFിൻ്റെ കാര്യം നോക്കുമ്പോഴത്തേക്കും UDFന് അവിടെ നിലവിലുള്ള സീറ്റുകളിൽ നിന്നും 2 സീറ്റുകളോ മാക്സിമം 3 സീറ്റുകളോ ഉയർത്താൻ പറ്റുന്ന തരത്തിലോട്ട് ചിലപ്പോൾ കാര്യങ്ങൾ മാറിയെന്ന് വരും. അങ്ങനെ നോക്കുമ്പോഴത്തേക്കും BJPയെ സംബന്ധിച്ചിടത്തോളം മാക്സിമം 3 സീറ്റുകളെങ്കിലും നേടിയെടുക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറും. UDFിനെ സംബന്ധിച്ചിടത്തോളം നിലവിലത്തെ സാഹചര്യത്തിൽ മാക്സിമം ഒരു 3 അല്ലെങ്കിൽ 4 സീറ്റുകൾ വരെ കിട്ടുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറും. LDFിനെ സംബന്ധിച്ചിടത്തോളം ഒരു സീറ്റ് ഇടിവാണ്. അതായത് ഭൂരിഭാഗം സീറ്റുകളിലും നിലവിൽ LDF ആണെങ്കിൽ അതിൽ നിന്നും ഇടിവ് സംഭവിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറും. 10-ൽ താഴെ പോകുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറും. മാക്സിമം പോയി കഴിഞ്ഞാൽ ഒരു 6 അല്ലെങ്കിൽ 7 സീറ്റുകൾ എന്നുള്ള കണക്കിലേക്ക്
LDF എത്താനായിട്ടുള്ള സാധ്യതകൾ നിലവിൽ കാണുന്നു. ഇതൊരു സർവേ റിസൾട്ട് മാത്രമാണ്. എന്ത് തരം അട്ടിമറിയും സംഭവിക്കാം എന്നുള്ളത് എടുത്തു പറയേണ്ടത് അനിവാര്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെയും കാത്തിരുന്ന് കാണേണ്ടത് അനിവാര്യമാണ്. LDFനെ സംബന്ധിച്ചിടത്തോളം ഒരു തരംഗം ഉണ്ടാക്കാനായിട്ട് 2026 സാധിക്കുമോ, അതല്ല സർവേ റിസൾട്ടുകൾ പോലെ തന്നെയുള്ള ഒരു അടിപതറൽ തിരുവനന്തപുരത്ത് LDFന് ഈ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ പോലെ തന്നെ ഉണ്ടാകുമോ എന്നൊക്കെ കാത്തിരുന്ന് കാണേണ്ടത് അനിവാര്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.